പവിത്രൻ 2 വരാൻ പോകുന്നത് ടി വിയിലൊന്നും അല്ല, ഹോട്ട്സ്റ്റാറിലാണ്. ഇനി മുതൽ ടി വിയിൽ നമ്മുടെ പവിത്രം ഇല്ല. പവിത്രം മാത്രമല്ല, പല സീരിയൽസും ഇനി ടി വിയിൽ നിന്ന് ഹോട്ട്സ്റ്റാറിലോട്ട് പോകാൻ പോവാണ്. എന്താണ് സംഭവം? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതെ, പവിത്രത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേറ്റ് മാറ്റി 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 അവസാനം ഹോട്ട്സ്റ്റാറിലേക്ക് വരാൻ പോവുകയാണ് മക്കളെ പവിത്രം. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? സീരിയല് പവിത്രത്തിന്റെ കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, മറ്റ് സീരിയൽസിന്റെ കാര്യവും പറയാം. വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ പവിത്രത്തിന്റെ കാര്യം, ഇങ്ങനെ ഒരു ന്യൂസ് അറിയാനായിട്ട് കഴിയുന്നത് നമ്മുടെ പവിത്രം 2 ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പൊന്നും പറയുന്നില്ല ആ ഒരു കേസിൽ, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ശരിയാകാൻ തന്നെയാണ് ഏറ്റവും കൂടുതലും ചാൻസ്. കാരണം നമ്മുടെ ഹിന്ദിയിലൊക്കെ ഈ പറയുന്നത് പോലെ പല പല സീരിയലുകൾ, മെയിൻലി കളേഴ്സ് TV-യിൽ ഉണ്ടായിരുന്ന പല സീരിയലുകൾ അന്ന് ജിയോ സിനിമയാണ്. റേറ്റിംഗ് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നൈസായിട്ട് ജിയോ സിനിമയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പുതിയ എപ്പിസോഡുകൾ ജിയോ സിനിമയിൽ വരും, TV-യിൽ കാണിക്കത്ത് പോലും ഇല്ല. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 6 മണിക്ക് നാഗറാണി, 6:30 സാന്ത്വനം 2, 7 മണിക്ക് മഴതോരും മുൻപേ, 7:30 ചെമ്പനീർപ്പൂവ്, 8 മണിക്ക് കാറ്റുത്തെ കിളിക്കൂട്, 8:30 പത്തരമാറ്റ്, 9 മണിക്ക് തിങ്കളാഴ്ച മുതൽ ഇവർ വിവാഹിതരായാല്, 9:30 ഈ പുഴയും കടന്ന്, 10 മണിക്ക് അഡ്വക്കേറ്റ് അഞ്ജലി. ആകെ ബാക്കിയുള്ളത് നാളെ മൗനരാഗം തീരുമ്പോൾ രാത്രിയുള്ള 10:30 അങ്ങോട്ട് എന്തായാലും പവിത്രത്തിന് എടുത്തിടത്തില്ല. അങ്ങോട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സീരിയലിന്റെ റീടെലികാസ്റ്റിങ്ങോ എന്തെങ്കിലും വരുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ കേൾക്കുന്നൊരു കാര്യം, ഒരു ഗോസിപ്പ് എന്നല്ല, അറിയാൻ പറ്റുന്നത് പവിത്രം 2 ഹോട്ട്സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. നമുക്കത് കണ്ട് തന്നെ അറിയാം. ഇതൊരു പക്ഷേ ഒരു ടെസ്റ്റിംഗ് ആയിരിക്കാം, മേ ബി. കാരണം ഇനി വരാൻ പോകുന്ന സീരിയലുകൾ നമുക്കറിയാം, ഓഗസ്റ്റോട് കൂടി ബിഗ് ബോസ് എത്തും. ബിഗ് ബോസ് എത്തുമ്പോൾ രാത്രി 9:30 മുതൽ 11 മണി വരെ സീരിയൽസ് ഒന്നും പിന്നെ കാണത്തില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ പ്രാവശ്യവും ഈ സീരിയലുകളൊക്കെ 1-2 അവരെടുത്ത് ഉച്ചയ്ക്കിടും. അതാണ് നടക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈം ടൈമിലുള്ള സീരിയൽസ് എല്ലാം റേറ്റിംഗ് അടിപൊളി റേറ്റിംഗ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മേ ബി ഈ 9:30 ഉണ്ടാകുന്ന സീരിയലുകളിൽ 9:30-10 മണിക്കൊക്കെ ഉള്ള സീരിയലുകൾ പലതും ചിലപ്പോൾ ഹോട്ട്സ്റ്റാറിലേക്ക് വന്നേക്കാം. ഇതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഫാൻസിന് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ഇനി നമുക്ക് റേറ്റിംഗ് അറിയാൻ പറ്റില്ലല്ലോ, ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ ഇത് ഹിന്ദിയിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. TV-യിൽ ആഡ് കാണിക്കും, പരസ്യം കാണിക്കും. മിക്ക സീരിയലും ഈ സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഹോട്ട്സ്റ്റാറിൽ വരാറുണ്ട്. ഹിന്ദിയിലൊക്കെ നമ്മുടെ ഫന ഇഷ്കിമെ മർസാബ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ട്, അത്. പിന്നെ സുഹാഗൻ ചുടയിലെ ബേക്കാബു സീസൺ 2, ഇതെല്ലാം ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ്. ഫന ടെലികാസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ പോയപ്പോഴത്തേക്കും റേറ്റിംഗ് ഇല്ലാണ്ടായി. പിന്നെ ഇനി വരുന്ന എപ്പിസോഡുകൾ മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണും. ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും, തീരുന്നത് വരെയും വരും. സുഹാഗൻ ചുടയിലും അതുപോലെ തന്നെയായിരുന്നു. ബേക്കാബു സീസൺ 2 ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സീസൺ 1 മൊത്തവും TV കാണിച്ചിട്ട് സീസൺ 2 ഹോട്ട്സ്റ്റാറിൽ കാണിച്ചു. ഇത് ഹിന്ദിയിലെ കേസാണ്. പക്ഷേ ഇത് മലയാളത്തിൽ വരുന്നതുകൊണ്ട് വലിയൊരു മാറ്റമാണ് വരുന്നത്. കാരണം TV-യിലും സീരിയൽസ് ഉണ്ടാവും. ഒരു പ്രൈം ടൈമിൽ 7 to 10 വരെ നല്ലൊരു സീരിയൽസ് ലെങ്തോടെ നിൽക്കും. അതേപോലെ തന്നെ പതിയെ ഒരു 2 മാസം കൂടുമ്പോൾ ഓരോന്ന് വിധം വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിലും ഒരു പറ്റം മലയാളം സീരിയൽസ് കാണും. അതും TV-യിൽ വന്ന് ഒന്ന് പഴകി, ഒന്ന് ഓഡിയൻസ് ഒക്കെ ആയി, ഒന്ന് ഫാൻസ് ഒക്കെ ആയി, TRP ആയി, അത്യാവശ്യം ഒന്ന് വരുമ്പോഴത്തേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഹോട്ട്സ്റ്റാറിനും നല്ലതാണ്, ഏഷ്യാനെറ്റിനും നല്ലതാണ്, നല്ല രസമാണത്. പക്ഷെ കുറെ പേർക്ക് അത് TV-യിൽ കാണുന്ന ഒരു ഫീല് പിന്നെന്താ ഹോട്ട്സ്റ്റാറിൽ കാണുമ്പോൾ കിട്ടത്തില്ല. അങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. ഇതുപോലെ അറിയുന്നത് പവിത്രം 2 ഹോട്ട്സ്റ്റാറിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം ശരിയാണെന്നുള്ളത്, നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പവിത്രം 2 ഹോട്ട്സ്റ്റാറിലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രതികരണം എന്താ? നിങ്ങൾക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. പെട്ടെന്നൊക്കെ ഹിന്ദിയിലൊക്കെ ഓൾറെഡി നമ്മൾ കാണാറുണ്ട്, പക്ഷെ മലയാളത്തിലെന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ടൊരു സംഭവമാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇത് TV തന്നെ മതിയായിരുന്നു. നമുക്കറിയാം, ഹോട്ട്സ്റ്റാർ എടുത്ത് സെർച്ച് ചെയ്ത് പോയി കാണുന്ന ഓഡിയൻസിനെക്കാളും നമുക്ക് മലയാളത്തിലുള്ളത്
ടി വിയിൽ സന്ധ്യ ആകുമ്പോഴത്തേക്കും ടി വി ഓൺ ആക്കുന്ന വീട്ടമ്മമാരും ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛന്മാരും പിന്നെ സ്കൂൾ കുട്ടികളും കുറച്ച് യൂത്തും ഒക്കെ അല്ലേ? അത് തന്നെയല്ലേ എപ്പോഴും രസം. നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. ഈദ് മുബാറക്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ.